ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും തുംകൂർ റോഡ്, അതായത് നാഗസന്ദ്ര ആ ഭാഗത്തിലോട്ട് ഞങ്ങൾക്ക് 41 കിലോമീറ്ററോളം നൈസ് ഔട്ട് റിംഗ് റോഡാണ്. ഇതൊരു ടോൾ റോഡാണ്. അപ്പൊ ഈ റോഡിലെ വണ്ടികൾ കാര്യങ്ങൾ നിർത്താൻ പാടില്ല. ഇവിടെ എന്റെ പുറകിൽ ഒരു ലോറി നിർത്തിയിട്ടുണ്ട്, അതിന് മറയായിട്ട് നിന്നേക്കണേ. BMTC ബസ് ഇതിലൂടെ പോകുന്നുണ്ടോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ബന്നേർഘട്ട അവിടെ ആ ഭാഗത്തെത്തി. അപ്പോൾ ഈ നൈസ് റോഡ് എന്ന് പേരുള്ളത് ഈ റോഡ് അത്രയ്ക്കും നൈസ് ഉള്ളത് കൊണ്ടല്ല, നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എന്റർപ്രൈസസ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം. അപ്പം റീസെന്റ് ആണ് ഫാസ്ടാഗ് സംഭവങ്ങളൊക്കെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ട്രാഫിക് ഒക്കെ ഒഴിവാക്കി നമുക്ക് നൈസായിട്ട് പോരാം. നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് എൻട്രി ചെയ്താൽ ഏകദേശം ഒരു 6 എക്സിറ്റ് പോയിന്റ് ഉണ്ട്. കനകപ്പുറ ഇലക്ട്രോണിക് സിറ്റിയിൽ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ കനകപ്പുറ, ബന്നേർഘട്ട, NIC എക്സ്പ്രസ് വേ, മൈസൂർ റോഡ്, മാഗഡി റോഡ്, പിന്നെ ലാസ്റ്റ് തുംകൂർ റോഡ്. അപ്പോൾ 41 കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ ഡിസ്റ്റൻസ് ഉള്ളത്. പിന്നെ മാക്സിമം സ്പീഡ് 80 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ മുകളിലുള്ള ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഫ്ലൈ ഓവറിന്റെ മുകളിലോട്ട് ഞാൻ കയറി വന്നതാണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. സൂര്യൻ അങ്ങ് ദൂരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ബന്നേർഘട്ട ഏതൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ചന്തയാന്ന് തോന്നുന്നു. നല്ല തിരക്ക്, മൊത്തം ബ്ലോക്കാ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം വലിയ ചന്തയാണല്ലോ. ഉള്ളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ, വലിയൊരു മാർക്കറ്റാ. ഇന്നെന്താ ദിവസം? ചൊവ്വാഴ്ചയാണല്ലോ. അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ്, നല്ല തിരക്കുണ്ട്. അപ്പം ഈ മതിലിൻ്റെ അപ്പുറം കാണുന്നതാണ് ബന്നേർഘട്ട ബയോളജിക്കൽ പാർക്ക്. അപ്പോൾ ഇപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എൻട്രി ചെയ്യുന്നില്ല. റോഡ് സൈഡിൽ മത്സ്യം കാര്യങ്ങളൊക്കെ വീടാണ്. ഇവിടെ ഈ ബന്നേർഘട്ട ബയോഗ്രാഫിക്കൽ പാർക്കിലോട്ട് പോകുന്ന വഴിയുടെ നാഷണൽ പാർക്ക്, ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഭാഗത്തോട്ട് നമുക്ക് എൻട്രി ചെയ്ത് പോകാം. ബയോഗ്രാഫിക്കൽ പാർക്ക് നമുക്ക് ഈ റോട്ടിൽ കൂടെ പോകണം മുമ്പോട്ട്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി എൻ്റെ തിരിച്ച് വീട്ടിലോട്ട് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. നല്ല ട്രാഫിക് ആയിരിക്കും, നല്ല തിരക്കുണ്ടായിരിക്കും. ബന്നേർഘട്ടയിലോട്ടുള്ള മെട്രോ സ്റ്റേഷൻ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി ഇവിടം വരെ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു മഠമുണ്ട്. എൻ്റെ ഈ പുറകെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവർ. മന്ത്രി പിനാക്കൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉയരം കണ്ടില്ലേ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ടവറാണ്. മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഭാഗത്തൊക്കെ മെട്രോ സ്റ്റേഷൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മെട്രോയുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ക്രിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് കാണാം. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഞാനിപ്പോൾ വന്ന റോഡ് നൈസ് റോഡാണ്. അതിലൂടെയല്ല ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഏതോ ഒരു വഴി പറഞ്ഞു തന്നുണ്ട്, അതനുസരിച്ച് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതോ ഒരു സ്ഥലത്ത് കൊള്ളാതെ ബിൽഡിങ്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജയനഗരയാണ്. ഈ സിഗ്നലിൻ്റെ ഇവിടെ അടുത്തായിട്ടാണ് ഞാൻ ഏകദേശം ഒരു 3.5 വർഷം മുമ്പ് PGയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ല എവിടെയാണ്. ബാംഗ്ലൂരിലെ അത്യാവശ്യം കൂളസ്റ്റ് പ്ലേസ് ഈ ഒരു ജയനഗരയാണ്. ഇവിടെ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ തിരക്കില്ല, ബഹളമില്ല, അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഞാനിപ്പം ലാൽബാഗ് പാർക്കിൻ്റെ അവിടെ സിഗ്നലിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് പാർക്കിലോട്ട് പോകാനുള്ള വഴി. സമയം വൈകിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ കയറുന്നില്ല. അപ്പോൾ ഈ ലാൽബാഗിൻ്റെ ഇവിടെ അടുത്തായിട്ട് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ ലാൽബാഗിലോട്ട് പോകാമെന്നേ ഉള്ളൂ, പാർക്കിലോട്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആവാറായി. അപ്പം ഞാൻ ഏതോ ഒരു റോഡ് നടക്കാണ്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് പറയുന്ന വഴി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഏതോ തിരക്ക് കുറവുള്ള തെരുവീക്കറ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നല്ലേ ഗൂഗിൾ മാപ്പ്. എന്നെ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പിക്കൂ. ഒരുപാട് ക്രോസ് റോഡുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. പെട്ടെന്നുള്ള വണ്ടികളുടെ പാച്ചൽ അല്ല, ആ ഒരു വരൽ നമ്മളെ വണ്ടി ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഉള്ളത് ഔട്ടർ റിംഗ് റോഡിലാണ്. ഞാൻ നേരത്തെ വന്ന വഴിയാണ് ഇത് കാണുന്ന നൈസ് റിംഗ് റോഡ്. അങ്ങ് ദൂരെ മെട്രോ ടൈം പോകുന്ന കാണാം. അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഫ്ലൈ ഓവർ, ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അവിടെ നമുക്ക് വണ്ടികൾ പോകുന്ന കാണാം, മെട്രോ ട്രെയിൻ പോകുന്നതും കാണാം. ഇവിടെ മുന്നിൽ അണ്ടർ പാസ് ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വെള്ളമൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടയർ തെന്നുന്നു. ഒന്നാമതിൻ്റെ ടയർ മൊട്ടയാണ്, നല്ല രീതിയിൽ തെന്നുന്നുണ്ട്. മുമ്പിൽ കാണാം നമുക്ക് ഒരു നമ്പർ പ്ലേറ്റും ഇല്ല, ഹെൽമെറ്റും ഇല്ലാണ്ട് പോകുന്ന 2 പോലീസുകാർ. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഔട്ടർ റിംഗ് റോഡിലാണ്. അങ്ങ് ദൂരെ നമുക്ക് ഈ മലനിരകളുടെ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ചെറുന്നല്ല, അത്യാവശ്യം ഒരു 3 നില കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന കാണാം. നല്ല ഭംഗിയാണ് കാണാൻ. സൂര്യൻ അങ്ങ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, മേഘങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നു, മഴക്കാറുണ്ട്.
ഇതിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്ത് നല്ല രസമാണ്. വലിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല, സിഗ്നൽസും കുറവാണ്. ഈ സൈഡ് കുഴപ്പമില്ല, അപ്പർ സൈഡ് കണ്ടില്ലേ മൊത്തം ബ്ലോക്കാണ്. വണ്ടികൾ എഴഞ്ഞെഴഞ്ഞാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഔട്ടർ റിംഗ് റോഡിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് മുകളിലോട്ട് വന്നതാണ്. പക്ഷെ കുടുങ്ങിപ്പോയി. ഏതൊക്കെയോ വഴിക്കർ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. താഴെ റോഡ് കാണാം, അങ്ങ് ദൂരെ കട്ടടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം നിരനിരയായിട്ട്. ബ്യൂട്ടിഫുൾ. അപ്പുറം കണ്ടില്ലേ ഒരേപോലെയുള്ള ബിൽഡിങ്, ആ ഡിസൈനും ആ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കൊള്ളാല്ലേ. പക്ഷേ ഇവിടെ നേരെ താഴെ ഇവിടെ സ്ലം ഏരിയ കാണാം. അതായത് വരിയായിട്ട് ഇങ്ങനെ എന്താ പറയുക 3 ലൈനായിട്ട് നിൽപ്പുണ്ട്, അങ്ങ് ദൂരെ അറ്റം വരെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ താമസിക്കുന്നതിൻ്റെ താഴെ തന്നെയായിട്ട് ഈ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഒരു കാന ഇവിടെ ഉണ്ട്. വേസ്റ്റ് വെള്ളം പോകുന്നു, ഇവിടെ ആൾക്കാർ താമസിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം, എങ്ങനെ ഇവിടെ താമസിക്കുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇവിടെ ആയിട്ട് എന്തോ സംഭവമുണ്ട്. ഞാൻ നേരത്തെ ഇന്ന പാലയില്ലേ, എൻ്റെ ആഘോഷത്തായിട്ട് വരും. എന്താണ് ഇവിടെ? ഈ റോഡ് കട്ട് ചെയ്തിട്ട് താഴേക്കര പോകുന്നത്. മുകളിൽ ഫ്ലൈ ഓവർ ചെയ്തതെന്ന് തോന്നുന്നു. ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ചെന്നായിരുന്നു, പക്ഷേ അവിടെ മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോകുന്ന അമ്മാതിരി സ്മെല്ലാണ്. ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞില്ലേ എങ്ങനെ താമസിക്കുന്നു എന്ന്. അത് കുറച്ച് കഷ്ടം തന്നെ. ഞാനൊക്കെ ആണെങ്കിൽ എന്നേ തട്ടിപ്പോയെന്നെ. വല്ലാത്തൊരവസ്ഥ തന്നെ. സോ സാഡ്. നൈസ് ബ്ലോക്ക്. ഇതൊരു വല്ലാത്തൊരു ബ്ലോക്കായിട്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയത് ഇവിടെ സമൃദ്ധി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ചായ, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പോകുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഏകദേശം വീണ്ടും അടുത്ത് ഞാൻ എത്താറായി. ഓക്കെ, ബൈ, ടാറ്റാ.